ജപ്പാനിലെ കിഫൂനെ ഷ്രൈൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ക്യോത്തോയിൽ മൗണ്ട് കുരാമേൻ്റെ അടുത്തായിട്ടാണ് ഈ ഷ്രൈൻ ഉള്ളത്. മഞ്ഞുകാലത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഗൂഗിളിലൊക്കെ ഫോട്ടോസ് ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് നമ്മൾ പോയത്, പക്ഷെ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. സ്നോഫോൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. ഈ കാണുന്നൊരു ഗേറ്റ് കണ്ടില്ലേ, ഇതിന് പറയുന്ന പേരാണ് തോരി എന്നുള്ളത്. ജപ്പാനിൽ മെയിനായിട്ട് രണ്ട് മതമാണുള്ളത്, ഒന്ന് ഷിൻഡോയും പിന്നെ ബുദ്ധിസവും. ജപ്പാനിലെ അമ്പലങ്ങളുടെ കാര്യം വരുമ്പോൾ നമുക്ക് ഷ്രൈൻ എന്നും പറയുന്ന കേൾക്കാൻ പറ്റും, ടെമ്പിൾ എന്ന് പറയുന്നതും കേൾക്കാൻ പറ്റും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഷിൻഡോ മതത്തിന്റെ ആരാധനാലയങ്ങളെ പറയുന്ന പേരാണ് ഷ്രൈൻ എന്നുള്ളത്. അതിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ കാണിച്ച പോലെ ഈ ഒരു തോരി ഉണ്ടായിരിക്കുക. ഈ തോരി ഒരു സിമ്പിൾ തന്നെയാണ് കേട്ടോ. ഷിൻഡോ ഷ്രൈൻ ആണ് എന്നുള്ളതിന്റെ ഒരു സിമ്പിളാണ് തോരി. ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴും നമുക്ക് പല സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ തോരി കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിലും ഈ തോരി കാണിച്ചു കഴിഞ്ഞാൽ അത് ഷിൻഡോ ഷ്രൈൻ ആണെന്നാണ് അതിന്റെ അർത്ഥം. ടെമ്പിൾ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ടെമ്പിളിനെയാണ്. അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടവർ ഗേറ്റ് ആണ് ഉണ്ടാവുക. ഈ തോരി ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു തൂണ് പോലെയല്ലേ നമ്മൾ കണ്ടത്, അതുപോലെയല്ല. ടവർ ഗേറ്റ് കുറച്ച് വീതിക്കായിരിക്കും ഉണ്ടാവുക. എൻ്റെ മിക്ക ക്യോത്തോ ടെമ്പിൾ വീഡിയോസിലും ടവർ ഗേറ്റ് കാണിച്ചിട്ടുണ്ട്. റെഡ് കളറിലുള്ള ഈ ലാൻഡൻസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. എല്ലാ സ്ഥലത്തും നമുക്കിത് കാണാൻ പറ്റും. ഞങ്ങൾ ഡയറക്റ്റ് ഈ ഷ്രൈനിലോട്ടല്ല വന്നിട്ടുള്ളത്. ഞങ്ങൾ മൗണ്ട് കുരാമ എന്ന് പറയുന്ന സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് കേബിൾ കാർ വഴി കുറച്ച് ദൂരം വന്നിട്ട് പിന്നെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നടന്നിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ വരുന്ന വഴിക്കൊക്കെ മലയുടെ മുകളിൽ മുഴുവൻ ഇങ്ങനത്തെ ലാൻഡൻസ് ആണ്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. പിന്നെയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീൽ ചെയർ ഒന്നും ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റില്ല. നമുക്ക് അതിനുള്ള വഴിയൊന്നും ഇല്ല. ക്യോത്തോയിലെ മിക്ക സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. വീൽ ചെയറും അല്ലെങ്കിൽ സ്ട്രോളറും ഒന്നും ഫ്രണ്ട്ലി അല്ല. കുട്ടികളൊന്നും ഉള്ളവർ പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം സ്ട്രോളറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ കൊണ്ടുപോയ സ്ട്രോളറൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടാണ് നടന്ന് കയറിയിട്ടുള്ളത്. ജപ്പാൻകാർ വളരെയധികം വിശ്വാസികളാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടിത്തൂക്കും. ഇവിടെ തന്നെ ചെറിയ ഷോപ്പുകളുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട്. നമുക്ക് അവിടെ നിന്ന് ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും എന്നാണ് അവരുടെ വിശ്വാസം. എമ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഷ്രൈനിലും ടെമ്പിളിലും ഒരുപോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഷ്രൈനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകിയിട്ട് ക്ലീൻ ചെയ്യുന്ന, പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഷ്രൈൻ്റെ തോരി ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴുകാനായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും. ഈ കാണുന്നതാണത്. ഇതിന് പറയുന്ന പേരാണ് തേമിസു അല്ലെങ്കിൽ ചോസു എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഹാൻഡ് വാട്ടർ ബേസിൻ എന്നും പറയാൻ പറ്റും. നമ്മൾ ഇതിനെ വണങ്ങിയിട്ട് വലത് കൈ കൊണ്ട് ദേ ആ കപ്പ് എടുത്തിട്ട് നമ്മുടെ ഇടത് കൈ ആദ്യം കഴുകണം. എന്നിട്ട് ഇടത് കൈയിൽ കപ്പ് പിടിച്ചിട്ട് വലത് കൈ കഴുകണം. വീണ്ടും ഈ കപ്പ് നമ്മൾ വലത് കൈയിലോട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് ഇടത് കൈയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ വാ ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇടത് കൈ ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം ആ കപ്പിലൂടെ ഒഴിച്ച് കപ്പിനെയും ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അവിടെ തിരിച്ചു വെക്കണം. നേരത്തെ കുറേ ആൾക്കാർ ഒരു പേപ്പർ ഇങ്ങനെ കെട്ടിയിടുന്ന കണ്ടില്ലേ, അതിന് പറയുന്ന പേരാണ് ഒമിക്കുജി എന്ന് പറയുന്നത്. നമ്മൾ ചീട്ടെടുക്കുന്ന പോലെ തന്നെ ഒരു പേപ്പർ എടുക്കുകയാണ് ചെയ്യുക. അതിനകത്ത് ഗുഡ് ലക്കോ ബാഡ് ലക്കോ ഉണ്ടായിരിക്കും. ഇൻ കേസ് നമുക്ക് ബാഡ് ലക്കാണ് കിട്ടുന്നതെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ കയറിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ഷ്രൈൻ കാണുന്നത്. മിക്കപ്പോഴും ഞങ്ങൾ ബുദ്ധിസ്റ്റ് ടെമ്പിളിലാണ് പോകാറുള്ളത്. ടെമ്പിളിലൊന്നും നമ്മൾക്ക് ഫോട്ടോഗ്രാഫി ഉള്ളിലെടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് സ്ട്രിക്റ്റ്ലി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് വീഡിയോസ് എടുത്തു. ഷ്രൈനിലും ടെമ്പിളിലും പ്രാർത്ഥിക്കുന്നത് രണ്ട് രീതിക്കാണ്. ഈ ഷ്രൈനിനകത്ത് നമ്മൾ അൽത്താരേൻ്റെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്തോട്ട് ഒരു കോയിൻ ഇടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് മണി അടിക്കാൻ പാകത്തിന് ഇങ്ങനെ എന്തെങ്കിലും കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇങ്ങനെ പിടിച്ച് മണി അടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 തവണ ബോ ചെയ്യും നന്നായിട്ട്. പിന്നെ നമ്മുടെ 2 തവണ ക്ലാപ്പ് ചെയ്യും. എന്നിട്ട് കൈ കൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഡീപ്പായിട്ട് നമ്മൾ ഒന്നും കൂടെ ബോ ചെയ്യും.
2-3 കിലോമീറ്ററോളം മലമുകളിലൂടെ ഹൈക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടയേർഡായിരുന്നു. വരുന്ന വഴിക്ക് അങ്ങനെ കോഫി ഷോപ്പോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതേപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴേക്കും മഴ പെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കോഫി ഷോപ്പ് ഉണ്ട്. കോഫി ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ തട്ടുകട പോലത്തെ ഒരു ഇതാണ്. കണ്ടില്ലേ, ഇയാൾ കോഫി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ്. ഇങ്ങനെ ഈ ഫിൽറ്ററിനകത്ത് കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4-5 തവണയായിട്ടാണ് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇതിന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് പല രാജ്യത്തു നിന്നുള്ള കാപ്പിക്കുരു കൊണ്ടുവന്നിട്ട് വറുത്ത് പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോഫിക്ക് ഇതുവരെ കുടിച്ചിട്ടില്ലാത്തൊരു തരം പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നല്ല കോഫി തന്നെയായിരുന്നു. പിന്നെ ഇവിടെ തന്നെ എന്ത് കിട്ടും, സ്വീറ്റ് പൊട്ടറ്റോ കിട്ടും. പക്ഷെ അത് പച്ചയാണ്. നമ്മൾ തന്നെ അവിടെ ഇരുന്ന് ചുട്ട് കഴിക്കണം. കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ചുട്ട് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കോഫിക്ക് 500 yen ആണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 275 രൂപ വരും. നമുക്കിങ്ങനെ കട്ടൻ കാപ്പി പോലെയാണ് കേട്ടോ കിട്ടുക. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പാൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിൻ്റെ പാക്കറ്റും അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഷുഗർ സ്റ്റിക്കും ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്തിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ജപ്പാനിലെ ക്യോട്ടോ പോലെ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലോട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കയ്യിൽ കാശുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാർഡോ ഓൺലൈൻ പേയ്മെൻറ്റ് ഒന്നും ഇവിടെ എടുക്കില്ല. ഇവിടുത്തെ കടകളിൽ നമ്മൾ പൈസ തന്നെ കൊടുക്കണം. ചായയൊക്കെ കുടിച്ചപ്പോഴേക്കും നല്ല മഴയായി. ഞങ്ങളുടെ കയ്യിൽ കുടയൊന്നുമില്ല, ജസ്റ്റ് ഒരു പേഴ്സ് മാത്രമാണ് ഉള്ളത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഹൈക്ക് ചെയ്ത് പകുതി വഴിയായി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. കാരണം കുത്തനെയുള്ള വഴിയാണ്, ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ കൂടെ പ്രായമായ ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അത് നടക്കുന്നത് ഭയങ്കര റിസ്ക് ആണ്. അത് കാരണം അവർ പാതി വഴിക്ക് ഇരുന്നു. നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നടന്നു വന്നത്. പക്ഷേ ഇനി തിരിച്ച് നടന്ന് കയറുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബസ് പിടിച്ചിട്ട് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകാൻ പോണത്. അവർ തിരിച്ചിറങ്ങിയിട്ട് കുരാമേന്ന് ഒരു ട്രെയിൻ എടുത്തിട്ട് ഇങ്ങ് വരും. ആ വരുന്ന വഴിക്ക് ഞങ്ങളും ആ ട്രെയിനിൽ ജോയിൻ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ നടന്നാലാണ് നമ്മുടെ ഈ കിഫുവിന് ഷ്രൈൻ എത്തുന്നത്. ഇവിടുന്ന് ബസ്സിന് 170 yen കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തും. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് കുരാമേന്ന് വരുന്ന ട്രെയിൻ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. ഇതിൻ്റെ കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം.